ചെയിൻ സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ക്യൂട്ട് ബോ ഉണ്ടാക്കിയാലോ? കൂടെ പോന്നോ, കാണിച്ചു തരാം. ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാത്തവർ അതൊന്ന് പോയി നോക്കുക. ഭയങ്കര ഈസി ആയിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ബോ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ടൈ ചെയ്തെടുക്കാം കേട്ടോടാ. ഇത് ഇങ്ങനെ അങ്ങ് പിടിക്കുക, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മറ്റേ പോർഷൻ ഉണ്ടല്ലോ, അതിനെ ബാക്കിയുള്ള 2 വിരൽ കൂടെ ഒരു 8ൻ്റെ രീതിയിൽ ഇങ്ങ് ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ താഴത്തെ ആ വട്ടം ഉണ്ടല്ലോ 8ൻ്റെ, അതിൽ കൂടെ ഇതിനിങ്ങ് പുറത്തോട്ടെടുക്കുക. അപ്പോൾ മുകളിൽ 8ൻ്റെ വട്ടവും താഴത്തെ 8ൻ്റെ വട്ടം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്തായി? ഒരു ബോ, ഈസി ബോ ആയി. ഇതുണ്ടല്ലോ കുറച്ച് ഒന്ന് മെനക്കെടണം, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ അങ്ങ് മുറുക്കിയെടുക്കണം കേട്ടോ. ഇത് നല്ല സന്തോഷമായിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. മീൻസ് ഇത് ടൈ ചെയ്ത് കഴിഞ്ഞല്ലേ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കുമടാ. അപ്പം ഞാനിതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്, അതൊന്ന് നേരെ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനത് കഷ്ടപ്പെട്ട് അഴിച്ചെടുത്ത്, അത്ര കഷ്ടപ്പാടൊന്നുമില്ല, ഈസി ആയിട്ട് അഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതായത് ഒരു 8ൻ്റെ രീതിയിൽ കൊണ്ടുവരണം കേട്ടോ. അപ്പം ഇങ്ങനെ മറ്റേ 2 വിരലിൽ കൂടെ അത് എടുത്തിട്ട് കണ്ടില്ലേ, അപ്പോൾ ഒരു 8 ഇപ്പോൾ ഇങ്ങനെ ഫോം ആകുമ്പോൾ ഒരു 8 ആയല്ലോ, കണ്ടില്ലേ, ഒരു 8 ആയി അല്ലേ, അല്ലെങ്കിൽ ഒരു 8 ആയി. എന്നിട്ട് അതിൻ്റെ മറ്റേ പോർഷൻ താഴത്തെ ആ 8ൻ്റെ വട്ടം ഉണ്ടല്ലോ അതിൽ കൂടെ എടുക്കുക. എന്നിട്ട് മുകളിലെ വട്ടവും താഴത്തെ വട്ടവും കൂടിയിട്ട് അങ്ങ് പിടിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ഇതിങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈസി ബോ ഇവിടെ റെഡിയായി. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായിരിക്കും കൂടുതൽ എളുപ്പം. അത് കുറച്ച് ഉഡായിപ്പ് പരിപാടി കേട്ടോടാ. ഉഡായിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ ഉഡായിപ്പ് പരിപാടി. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മെത്തേഡാണ്. ഇനി അടുത്ത മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് അത്ര വലിയ പ്രശ്നമേ ഇല്ല, എളുപ്പം നമുക്ക് കാര്യം സാധിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ബോലിപ്പം നമ്മൾ എന്തെങ്കിലും ബീഡ്സൊക്കെ വെക്കുകയാണെങ്കിൽ ഈ കെട്ട് കാണത്തില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് സിമ്പിളാണ്. ഇത് ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക. എന്നിട്ട് ആ ഒരു 8ൻ്റെ ആകൃതിയിൽ വീണ്ടും നമ്മളത് ഇങ്ങനെ കെട്ടിടുന്നില്ലടാ, അതിന് പകരം നമ്മളവിടെ ഗം ഒട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഗമ്മ് ആ ഒരു രീതിയിൽ അങ്ങ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഏറ്റവും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് സിമ്പിൾ എന്ന് നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഇതിൽ ഗം ഒട്ടിക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാനിതാണ് ഇങ്ങനെയാണ് ബോ ഉണ്ടാക്കാറ്. സത്യം പറയാലോ, ആദ്യത്തെ രീതിയാണ് അതിൻ്റേതായ രീതി. പക്ഷെ ഞാൻ സെക്കൻഡ് രീതിയാണ് യൂസ് ചെയ്യാറ്, സെക്കൻഡ് മെത്തേഡ്. ഇനി നമ്മൾ ആദ്യത്തെ സംഭവം യൂസ് ചെയ്തില്ലേ, ഉണ്ടാക്കിയില്ലേ, അതിൽ നമുക്കൊരു ബോ ഒക്കെ ആക്കി അറേഞ്ച് ചെയ്തെടുക്കണ്ടേ ക്ലിപ്പിൽ. അപ്പം ഞാനിതിങ്ങനെ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ കെട്ട് കണ്ടില്ലേ, ആ കെട്ട് കാണാതിരിക്കാൻ ഞാൻ അതിൻ്റെ മുകളിലൊരു ബീഡ് ഒട്ടിച്ചു. പക്ഷേ അപ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായത് കേട്ടോടാ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങ് പോരണം കേട്ടോ, മറക്കരുതേ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം എനിക്ക് തരണം, ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം കേട്ടോടാ. അപ്പം ഫൈനലി ഞാൻ ആ ഉണ്ടാക്കിയ ബോ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കുകയാണ്. ഇത് നമ്മുടെ ഗീവ് അവേ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.